എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് മടി. അതായത് തയ്ക്കാനൊക്കെ അറിയാം, അത്യാവശ്യം തയ്ക്കാൻ മെറ്റീരിയൽസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മടി കാരണം തയ്ക്കാൻ തോന്നുന്നില്ല. പല ആളുകളുടെയും ജീവിതത്തിലെ പ്രധാന വില്ലൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മടിയാണെന്ന് തന്നെ ഉത്തരം പറയാം. നമ്മുടെ എത്ര വിലപ്പെട്ട സമയമാണല്ലേ ഈ മടി കാരണം പോകുന്നത്. മറ്റൊരാൾക്ക് നമ്മുടെ മടി മാറ്റാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടൊരു ഉത്തരമില്ല. പക്ഷെ നമ്മുടെ മടി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം, അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ മടി മാറ്റിയെടുത്തിട്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാം. നമ്മുടെ എന്ത് വർക്കാണോ ആ ഒരു വർക്കിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് അതിനെങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. എല്ലാ ജോലിക്കും അതിൻ്റേതായ മടികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഒരു തയ്യൽ ജോലിയെ സംബന്ധിച്ചിടത്തോളം അതിന് മടി വരാനുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം, എല്ലാ ജോലിയിലും ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. തയ്യൽ ജോലിയിൽ പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വരുന്നത് തയ്യൽ മെഷീനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ മെറ്റീരിയൽസിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെ പോകും, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം എന്നുള്ളത് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ജീവിത സാഹചര്യം വരുമ്പോൾ മടിയും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായ ഒരു ജീവിത ശൈലി പിന്തുടരുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഉറങ്ങാനാണെങ്കിലും ഉണരാനാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മളൊരു വീട്ടമ്മ ആവുമ്പോൾ നമുക്ക് ഒരുപാട് പണികൾ, വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും. രാവിലെ ഉണർന്നത് മുതൽ വൈകുന്നേരം രാത്രി കിടക്കുന്നത് വരെ നമുക്ക് ഓരോ പണികളുണ്ടായിരിക്കും. പക്ഷേ ഈ പണികളിലൊക്കെ നമ്മളൊരു ഓർഡർ ആക്കുക. ഇത്ര സമയത്ത് എണീക്കുന്നു, ഇത്ര സമയത്ത് നമ്മൾ പണികൾ, രാവിലത്തെ പണികൾ ചെയ്ത് തീർക്കും, ഉച്ചയ്ക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തിന് നമുക്ക് അതൊക്കെ വളരെ എളുപ്പമായിരിക്കും. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പണികളും ഒരുക്കി വെക്കാനും, പിന്നെ നമ്മളുടെ ജോലി, അത് തയ്യൽ ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടാണ് നമ്മളതിലിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും, നമുക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല, നമുക്ക് ഭയങ്കര മടിയാവും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും ഒരു ജീവിത ശൈലി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അപ്പം നമുക്ക് തയ്യൽ ചെയ്യുന്ന ആളുകൾക്ക് തോന്നും ഈ തയ്യലൊരു ജോലി, ഇതൊരു കാലിനും കയ്യിനൊക്കെ കിട്ടുന്നൊരു വ്യായാമമല്ലേ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് സമയം നടക്കുക, നമ്മുടേതായ ഫ്രീ ആയിട്ട് നമ്മൾ നടക്കുക. നമ്മൾ പുറത്തൊക്കെ പോയി നടക്കണമെന്ന് പറയില്ല. നമ്മുടെ വീടിനകത്തോ നമ്മുടെ വീടിൻ്റെ തൊടിയിലോ ഒക്കെ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെറുതെ നമ്മൾ മാത്രം നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് നമ്മൾ നടക്കുക. അത് നമ്മുടെ മൈൻഡിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ മാത്രമേ, നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് നടക്കുക. പിന്നെ ഒരു ജോലി, എന്ത് ജോലി ആയിക്കോട്ടെ, അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു തയ്ക്കാണ്ടെന്നുണ്ടെച്ചെങ്കിൽ അത് ഒരു 3 മണിക്കൂർ തയ്ക്കാണ്ട് വെച്ചാൽ 3 മണിക്കൂർ ഒരു ബ്രേക്ക് ഇല്ലാതെ തയ്ച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് പിറ്റത്തെ ദിവസത്തേക്ക് നമുക്ക് മടി ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് തയ്ച്ചിട്ട് കുറച്ച് ഒന്ന് നമ്മൾ റിലാക്സ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് തയ്ച്ചെടുക്കുക. അങ്ങനെ എന്തിനൊരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ജോലിയും ചെയ്യുക. ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക. അത് നമ്മളെ മടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അടുത്തൊരു ഗുണവും ദോഷവും നിറഞ്ഞൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫോണെന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ ഫോണ്, ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഒരു വീട്ടിലൊരു അംഗം പോലെ ആയി മാറിയിരിക്കണം നമ്മുടെ ഫോൺ എന്നുള്ളതല്ലേ. പക്ഷെ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഫോണ് പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്ക് മടി ഉണ്ടാക്കുന്ന വലിയൊരു കാരണമാണ് ഈ ഒരു ഫോണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ വാട്സപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ, യൂട്യൂബിൻ്റെ, ടെലഗ്രാമിൻ്റെ അങ്ങനെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. കാരണം നമ്മളൊരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നോക്കിയിട്ട് ഒരുപാട് സമയം ഫോണിൽ അങ്ങനെ ടൈം പോകും. പിന്നെ അങ്ങനെ മടിയാവും. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മളൊരു വർക്ക് ചെയ്യും, എന്ത് വർക്കായിക്കോട്ടെ, വർക്കാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനോടുള്ള ഒരു ഇഷ്ടം നമുക്കില്ലാതാവും. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറയുന്നത്
നമ്മളെല്ലാവരും ജോലി ചെയ്യണത് അത് എന്ത് ചെറിയ ജോലി ആയിക്കോട്ടെ, ഒരു തുച്ഛം ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ച് കാശ് മാത്രം കിട്ടുന്ന ഒരു ജോലി ആയിക്കോട്ടെ, എന്നിരുന്നാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ എന്തൊരു കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുകയാണല്ലേ. കാര്യം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിന് വൈഫ് ആണെങ്കിലും എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മളേതായ സമ്പാദിച്ച ഒരു കാശ് കൊണ്ട് ചെറിയൊരു ടവൽ, ഒരു കർച്ചീഫ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ സന്തോഷം ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് മാത്രം വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചൂടെ, നമ്മുടെ കയ്യിലൊരു ഏണിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് പേരും കൂടി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നന്നായിട്ട് പോകും. വരുമാനം, ഇന്നത്തെ കാലത്തെ ചിലവുകളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് പേര് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണം ആ വീട്ടിലുണ്ടാവുമല്ലോ. കുട്ടികളുടെ പഠനത്തിനാണെങ്കിലും എല്ലാത്തിനും ഇന്ന് കാശിൻ്റെ ഒരു വില എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ, ഇത്ര എമൗണ്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കാം. നമ്മുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ അതെ ഈ ഒരു മാസം എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് തയ്ച്ചിട്ട്, അപ്പോൾ അത് ഇന്നത്തെ ഈ ഒരു മാസത്തെ ചിലവിലേക്ക് ഇതും കൂടി വെക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു മൂല്യം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും മടി വരില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ജോലി ആയിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് പഠിച്ച ഒരാളായിരിക്കാം, ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തയ്യൽ ജോലി ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ അതിനെ കളിയാക്കുന്നവരെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ജോലിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അത് എൻ്റെ പാഷനാണ് അല്ലെങ്കിൽ അതെൻ്റെ വർക്കാണ്, അതിൽ നിന്ന് എത്ര എമൗണ്ട് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഞാൻ സംതൃപ്തിയാണ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ നമ്മൾ അധ്വാനിച്ച ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. അങ്ങനെ അതിൽ നിന്ന് നമ്മൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ ഈ കുറ്റം പറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക. എന്ത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ വരുമാനം, നമുക്ക് നല്ല വരുമാനം നന്നായി കിട്ടി തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളെ കുറ്റം പറഞ്ഞവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്തൊരു ജോലി ആയിക്കോട്ടെ, ഒരു പക്ഷേ ഇന്ന് നഷ്ടമാണെങ്കിലും നാളെ അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവും. ആ ലാഭം നാളെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ജീവിക്കുക. അങ്ങനെ നമ്മൾക്ക് നല്ലൊരു ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതവും മെച്ചപ്പെടും. അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ജോലിയോട് ഒരിക്കലും മടി ഉണ്ടാവില്ല. ആദ്യം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കുട്ടികളുടെ പഠനം, വീട്ടിലോരോ കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒന്നിനോടും മടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഈ ഒരു പറഞ്ഞ പോയിൻറ്റ്സുകളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നുള്ളത് അറിയില്ല. എന്നാലും നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയോട് കൂടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു പരിധി വരെ പരിഹാരമാണ്. അപ്പോൾ ഇത് കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഴയ ഒരു പട്ടുപാവാടയായിരുന്നു ലച്ചുവിൻ്റെ. അപ്പോൾ ലച്ചുവിൻ്റെ പട്ടുപാവാട ആ ഒരു കര നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരയ്ക്ക് പകരം ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു സാരി കൊണ്ട് ഒരു പട്ടുപാവാട തയ്ച്ചിരുന്നു. അപ്പോൾ ആ സാരിയുടെ കര വെച്ചിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് ഞാനിപ്പോൾ ലച്ചുവിന് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തയ്ച്ച പട്ടുപാവാട ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അവരിങ്ങനെ പറയുന്ന പട്ടുപാവാടകൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പട്ടുപാവാടയ്ക്ക് ഒരു മേക്ക് ഓവർ. അപ്പോൾ ലച്ചുവിൻ്റെ വിചാരം ഇതിപ്പോൾ വേറെ കര മാറ്റി വെക്കുമ്പോൾ പട്ടുപാവാട മാറി എന്നുള്ള ഒരു ചിന്തയിലാണത്. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകളും കൂടിയാണ് കേട്ടോ. കാരണം നമുക്കൊരു പട്ടുസാരിയുടെ കരയൊന്നും കളയണ്ട. ഇതുപോലെയൊക്കെ ഓരോ പട്ടുപാവാടകളൊക്കെ നമുക്ക് തയ്ച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സാരിയുടെ മുന്താണി ഭാഗമൊക്കെ വരുമല്ലോ, ആ മുന്താണി ഭാഗം കൊണ്ടൊക്കെ നമുക്ക് ബ്ലൗസൊക്കെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.